നമസ്കാരം. ഹമാസ് തടവിൽ നിന്ന് 738 ദിവസങ്ങൾക്ക് ശേഷം ഇസ്രായേലി ബന്ദികൾ മോചിതരായിരിക്കുകയാണ്. എന്നാൽ പുറത്തു വന്ന പലരുടെയും അവസ്ഥ പരിതാപകരമാണ്. പലരും തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിൽ രൂപമാറ്റം സംഭവിച്ചാണ് പുറംലോകത്തേക്ക് എത്തിയത്. വളരെ വൈകാരികമായ രംഗങ്ങളാണ് ഇവരുടെ പുനഃസമാഗമത്തിൽ നടന്നത്. മോചിപ്പിക്കപ്പെട്ടവർ അവരുടെ മാതാപിതാക്കൾ, കുടുംബങ്ങൾ, സുഹൃത്തുക്കൾ, പ്രിയപ്പെട്ടവർ എന്നിവരുമായി വീണ്ടും ഒന്നിക്കുന്ന കാഴ്ച ആരുടെയും കണ്ണ് നനയിപ്പിക്കുന്നതായിരുന്നു. അതിൽ തന്നെ നോവ അർഗമാനി എന്ന ഇസ്രയേലി യുവതിയുടെയും അവരുടെ കമാൻഡോ ആയ കാമുകൻ അവിനാറ്റൻ ഓറുമായി 2 വർഷത്തിന് ശേഷം ഇന്നലെ വീണ്ടും കണ്ടുമുട്ടുന്ന കാഴ്ചയായിരുന്നു ഏറെ ശ്രദ്ധിക്കപ്പെട്ടത്. ഹമാസ് തടവിലാക്കിയിരുന്ന നോവ അർഗമാനി കഴിഞ്ഞ വർഷമാണ് മറ്റു ബന്ദികൾക്കൊപ്പം മോചിപ്പിക്കപ്പെട്ടത്. അർഗമാനി കഴിഞ്ഞ ദിവസം തന്റെ കാമുകനായിരുന്ന അവിനാറ്റൻ ഓറുമായി വീണ്ടും ഒന്നിക്കുന്നതിന്റെ നിരവധി ചിത്രങ്ങൾ ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. അവിനാറ്റനെ ഇന്നലെയാണ് ഹമാസ് തടവിൽ നിന്നും മോചിപ്പിച്ചത്. റോമിയോയും ജൂലിയറ്റും എന്നാണ് ഇവരെ എല്ലാവരും വിശേഷിപ്പിക്കുന്നത്. നോവയും അവിനാറ്റനും ഒരുമിച്ച് നിൽക്കുമ്പോഴാണ് ഹമാസ് ഭീകരർ ഒരു ബൈക്കിൽ ബലം പ്രയോഗിച്ച് പിടിച്ചുകൊണ്ടുപോയത്. 2 വർഷങ്ങൾക്ക് ശേഷം ഇരുവരും കണ്ടുമുട്ടുന്ന നിമിഷത്തിന് സാക്ഷികളാകാൻ അവരുടെ സുഹൃത്തുക്കളും കുടുംബങ്ങളും ഉൾപ്പെടെ ഉണ്ടായിരുന്നു. ഇരുവരും പരസ്പരം ആലിംഗനം ചെയ്യുന്നതിന്റെയും ചുംബിക്കുന്നതിന്റെയും ദൃശ്യങ്ങൾ സുഹൃത്തുക്കൾ തന്നെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചു. അവിനാറ്റിന്റെ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന മാതാപിതാക്കളെയും ഇരുവരും സന്ദർശിച്ചു. 2024 ജൂണിൽ ഗാസയിൽ നടന്ന ഒരു ഇസ്രായേലി സൈനിക ഓപ്പറേഷനിൽ മറ്റു 3 ബന്ദികൾക്കൊപ്പം നോവയെ രക്ഷപ്പെടുത്തുകയായിരുന്നു. ഇവർക്കൊപ്പം 3 ബന്ദികളെ അന്ന് മോചിപ്പിച്ചിരുന്നു. ഇസ്രായേലിലെ പ്രമുഖ സ്പെഷ്യൽ ഫോഴ്സ് യൂണിറ്റുകളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്ന എലൈറ്റ് സൈററ്റ് നത്കൽ യൂണിറ്റിലാണ് അവിനാഥൻ സേവനം അനുഷ്ഠിക്കുന്നത്. എന്നാൽ നോവയ്ക്കൊപ്പം ഉണ്ടായിരുന്ന അവിനാറ്റിന് പെട്ടെന്ന് തന്നെ പുറത്തിറങ്ങാൻ സാധിച്ചിരുന്നില്ല. കഴിഞ്ഞ ദിവസം വരെ അവിനാറ്റൻ ഹമാസ് തടവിൽ തന്നെയായിരുന്നു. അവിനാറ്റൻ ഇസ്രായേൽ രഹസ്യ കമാൻഡോയാണ് എന്ന കാര്യം ഇത്രയും കാലം മറച്ചു വെച്ചിരിക്കുകയായിരുന്നു. SAS എന്നാണ് ഈ രഹസ്യ കമാൻഡോ സംഘം അറിയപ്പെടുന്നത്. തീവ്രവാദ വിരുദ്ധ പ്രവർത്തനവും ബന്ദികളെ മോചിപ്പിക്കുന്നതുമെല്ലാം ഈ പ്രത്യേക ദൗത്യ സംഘത്തിന്റെ ചുമതലയാണ്. അവിനാറ്റൻ രഹസ്യ കമാൻഡോ ആണെന്ന കാര്യം ഹമാസ് ഭീകരർക്കും അറിയില്ലായിരുന്നു. അവിനാറ്റിന്റെ മോചനവുമായി ബന്ധപ്പെട്ട് നോവ ഈയിടെ അമേരിക്ക സന്ദർശിക്കുകയും നിരവധി പ്രമുഖരുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിരുന്നു. നോവ സംഗീത പരിപാടി സ്ഥലത്ത് നിന്നാണ് ഇവരെ തട്ടിയെടുത്തത്. ഗസയിലെ ഇരുണ്ട തുരങ്കത്തിനുള്ളിലായിരുന്നു പരസ്പരം കാണാൻ കഴിയാതെ ഇരുവരും താമസിച്ചിരുന്നത്. താൻ പോകുന്നിടത്തെല്ലാം അവിനാറ്റിനെ കുറിച്ച് ചോദിച്ചു എന്നും അദ്ദേഹം കൊല്ലപ്പെട്ടതാണോ ജീവിച്ചിരിപ്പുണ്ടോ എന്ന കാര്യം കഴിഞ്ഞ 2 വർഷമായി അറിയാൻ കഴിഞ്ഞിരുന്നില്ല എന്നുമാണ് നോവ വെളിപ്പെടുത്തിയത്. തന്റെ കൺമുന്നിൽ വെച്ച് ഭീകരർ പല ബന്ദികളെയും കൊലപ്പെടുത്തിയതായും അവർ വ്യക്തമാക്കി. ഹമാസ് ഭീകരർ 2 വർഷത്തിലേറെയായി തടവിലാക്കിയിരുന്ന അവസാന 20 ജീവനുള്ള ഇസ്രായേലി ബന്ദികൾ തങ്ങൾ അനുഭവിച്ച അതിക്രൂരമായ പീഡനങ്ങളെക്കുറിച്ചും വെളിപ്പെടുത്തി. കഴിഞ്ഞ ദിവസം നടന്ന സമാധാന ചർച്ചകൾക്ക് ശേഷം ഇവരെ ഇസ്രായേലിലേക്ക് തിരിച്ചെത്തിച്ചപ്പോഴാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പലതും പുറത്തു വന്നത്. 2023 ഒക്ടോബർ 7 ഹമാസ് ഇസ്രായേലിൽ നടത്തിയ ആക്രമണത്തിൽ 1200 പേർ കൊല്ലപ്പെടുകയും 251 പേരെ തട്ടിക്കൊണ്ടുപോവുകയും ചെയ്തിരുന്നു. ഇതിൽ അവശേഷിച്ച ജീവനോടെയുള്ള ബാക്കി 20 ബന്ദികളെയാണ് ഏറ്റവും കൂടുതൽ മോചിപ്പിച്ചത്. ഒക്ടോബർ 7 പിടിക്കപ്പെടുന്നതിന് മുമ്പെടുത്ത ഫോട്ടോകളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ടാണ് പല ബന്ദികളും കാണപ്പെടുന്നത്. ചിലർക്ക് വലിയ തോതിൽ ഭാരക്കുറവുണ്ടായിട്ടുണ്ട്. ചിലർ എല്ലും തോലുമായി തീരെ ദുർബലരായിട്ടാണ് കാണുന്നത്. ഹമാസിന്റെ ഭൂഗർഭ അറകളിൽ മരണത്തെ മുന്നിൽ കണ്ട് ജീവിച്ച ഇവരിൽ പലരും മാനസികമായി തന്നെ ഏറെ തളർന്നു കഴിഞ്ഞു. ഭൂരിഭാഗം പേർക്കും വൃത്തിഹീനമായ അന്തരീക്ഷത്തിൽ കഴിഞ്ഞതിന്റെ ഫലമായി ത്വക്ക് രോഗങ്ങളും പിടികൂടിയിട്ടുണ്ട്. സമാധാന കരാറിന്റെ ഭാഗമായി 20 ബന്ദികളോടൊപ്പം മരിച്ച 28 മൃതദേഹങ്ങൾ കൈമാറാൻ ഹമാസിനോട് നിർദ്ദേശിച്ചിരുന്നു. എന്നിരുന്നാലും ഇന്ന് 4 എണ്ണം മാത്രമേ കൈമാറൂ എന്നാണ് പ്രതീക്ഷിക്കുന്നത്. മരിച്ച എല്ലാ ബന്ദികളുടെയും മൃതദേഹാവശിഷ്ടങ്ങൾ എവിടെയാണെന്ന് അറിയില്ലെന്ന് ഭീകര സംഘം മുമ്പ് സമ്മതിച്ചിരുന്നു. തിരികെ നൽകാത്ത മൃതദേഹങ്ങൾ കണ്ടെത്തുന്നതിനായി ഇസ്രായേൽ, US, തുർക്കി, ഖത്തർ, ഈജിപ്ത് എന്നീ രാജ്യങ്ങളുടെ നേതൃത്വത്തിൽ ഒരു സംയുക്ത ബഹുരാഷ്ട്ര ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ചുകൊണ്ടിരിക്കുകയാണ്.